നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങാം. ഉത്രാടപ്പാച്ചിൽ ഓണത്തിൻ്റെ ഒരുക്കങ്ങൾ ഏത് രീതിയിലാണ് എന്ന ഇത്തവണ അവസാനമായി കൈരളി കുടുംബത്തിലേക്ക് എത്തിയ സാരംഗ്. ഇത്തവണത്തെ ആദ്യത്തെ ഓണമാണ് സാരംഗിന്. കൈരളിയോടൊപ്പം സാരംഗാണ് ഉത്രാടപ്പാച്ചിലിൻ്റെ തിരുവനന്തപുരത്തെ വിശേഷങ്ങൾ പറയാനായി ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ചേരുന്നത്. ഗുഡ് മോർണിംഗ് സാരംഗ്. ഗുഡ് മോർണിംഗ് നിഷ. സാരംഗിനെ സംബന്ധിച്ച് കൈരളിയോടൊപ്പമുള്ള ആദ്യത്തെ ഓണമാണ്. ഓണാഘോഷങ്ങൾ, ഓഫീസിലെ നമ്മളുടെ ഓണാഘോഷങ്ങളൊക്കെ കഴിഞ്ഞു. സാരംഗ് അതിൽ പങ്കെടുത്തിട്ടുണ്ട്. നിരവധി ഫോട്ടോകളാണ് സാരംഗിൻ്റെതായിട്ട് പല പോസ്റ്റിലുള്ളതൊക്കെ ഞങ്ങൾ കണ്ടത്. എങ്ങനെയുണ്ടായിരുന്നു പൊതുവിൽ ഓണാഘോഷത്തിൻ്റെ തുടക്കം? അതായത് ഓഫീസിലെ ഓണാഘോഷങ്ങൾ, പുറത്ത് ഫ്രണ്ട്സൊക്കെ ആയിട്ടുള്ള തിരുവനന്തപുരത്തേക്ക് ഒരു ഓണം സാരംഗിന് എങ്ങനെയാണ്? വിനീഷ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓണമൊക്കെ ഗംഭീരമായിട്ട് തന്നെ നടക്കുകയാണ്. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് കൈരളിയിൽ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ഓണമാണ്. ഓണം എന്തായാലും ഗംഭീരമായിട്ട് ആഘോഷിക്കാൻ തന്നെ സാധിച്ചു. വലിയ സദ്യയും അതുപോലെ തന്നെ ആൾക്കൂട്ടവും ആഘോഷങ്ങളും പാട്ടും മാട്ടവും ഒക്കെ ആയിട്ട് അങ്ങനെ വലിയ രീതിയിൽ തന്നെ ആ ആഘോഷം നടന്നു. ഇന്നിപ്പോൾ നമുക്ക് തലസ്ഥാനത്തെ ഓണവിശേഷങ്ങൾ എന്താണ്, എങ്ങനെയാണ് എന്നുള്ളതറിയാം. തലസ്ഥാനത്ത് ഞാനിപ്പോഴുള്ളത് ചാല മാർക്കറ്റിലാണ്. നമുക്കറിയാം ഉത്രാടപ്പാച്ചിൽ എവിടെയാണ്, തലസ്ഥാനത്തെ ഉത്രാടപ്പാച്ചിൽ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ, അത് ചാല മാർക്കറ്റാണ്. രാവിലെ 7 മണി കഴിഞ്ഞതേ ഉള്ളൂ. ഇതിനോടകം തന്നെ ചാല മാർക്കറ്റിൽ നിന്ന് തീർച്ചയായും നിലവിൽ ഇപ്പോൾ 7 മണി ആയതേ ഉള്ളൂ. ഇതോടെ തന്നെ ഇവിടെ നടക്കാനോ അല്ലെങ്കിൽ അത്രയും തിരക്കാണ്. നമുക്കൊരു ഫ്രെയിം വെക്കാൻ പോലും മര്യാദയ്ക്ക് ഫ്രെയിം വെക്കാൻ പോലും പറ്റാത്ത അത്രയും തിരക്കാണ്. കാരണം ലോറികളിൽ സാധനങ്ങൾ ഇറക്കുകയാണ്, പൂക്കൾ അല്ലെങ്കിൽ പച്ചക്കറികൾ, അങ്ങനെ ലോഡുകൾ വന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും മാർക്കറ്റുകളൊക്കെ സജീവമായി ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പല കടകളിലായിട്ട് ഇങ്ങനെ വന്ന് സാധനങ്ങളൊക്കെ ഇറക്കുന്ന കാഴ്ചകളാണ് ചുറ്റിലും കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഓരോ ആളുകളും സാധനങ്ങൾ മേടിക്കാനായിട്ട്, നാളത്തെ സദ്യയ്ക്കൊക്കെ സാധനങ്ങൾ മേടിക്കാനായിട്ടും പൂക്കളം ഒരുക്കാനൊക്കെ ആയിട്ടുള്ള എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ്. ഈ വിവിധ പച്ചക്കറി കടകളൊക്കെ നമുക്കിവിടെ കാണാം, സജീവമാണ്. എല്ലായിടത്തും ധൃതി പിടിച്ചുള്ള കച്ചവടമാണ് നടക്കുന്നത്. വിപുലമായിട്ടുള്ള പച്ചക്കറി വിൽപ്പനയാണ് നടക്കുന്നത്. ഈ മാർക്കറ്റിലൊക്കെ വലിയ വിലക്കുറവും മറ്റും ഒക്കെ ഉണ്ട്. എങ്കിൽ പോലും ആളുകളൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്, സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം തലസ്ഥാനത്ത് പ്രത്യേകിച്ച് ചാല മാർക്കറ്റിന് ഒരു പ്രത്യേകത ഉണ്ട്. കാരണം ഇവിടെ എന്തും നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. ഉപ്പുതൊട്ട്, നമ്മൾ ഒരു പഴമൊഴി പോലെ പറയാറുണ്ടല്ലോ, ഉപ്പുതൊട്ട് കർപ്പൂരം വരെ വാങ്ങി വയ്ക്കുക ഓണത്തിന് മുന്നോടിയായിട്ട്. അപ്പോൾ അത്തരത്തിൽ ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു മാർക്കറ്റാണ് ചാല. അതുകൊണ്ട് തന്നെ ഏറെ പ്രസിദ്ധമായ മാർക്കറ്റ് കൂടിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള കച്ചവടങ്ങളും വിൽപ്പനയൊക്കെ തകൃതിയായിട്ട് നടക്കുകയാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. പച്ചക്കറികളൊക്കെ തന്നെ ഇപ്പോൾ ഒരുക്കി കഴിഞ്ഞു. ഇനി ഇന്നു മുതൽ, രാവിലെ മുതൽ വലിയ തിരക്കായിരിക്കും അനുഭവപ്പെടുന്നത്. അതുപോലെ തന്നെ ആളുകളൊക്കെ വലിയ രീതിയിൽ വാങ്ങാനായിട്ട് എത്തും. തലസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രത്യേകതകളുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ തലസ്ഥാനത്തിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ ഓണാഘോഷം നടക്കുന്നത് തിരുവനന്തപുരത്താണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി തന്നെ വലിയ ആഘോഷങ്ങളും വിപുലമായ കാര്യപരിപാടികളും ഒക്കെയാണ് നടക്കുന്നത്. ഇന്നലെ ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഓണം വാരാഘോഷത്തിൻ്റെ പരിപാടികളൊക്കെ ഉദ്ഘാടനം കഴിഞ്ഞു. ഇനി സെപ്റ്റംബർ വരെ, അതായത് ഓണം തീരുന്നതുവരെ വിപുലമായ ആഘോഷ പരിപാടികളാണ് സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. അതുപോലെ തന്നെ നഗരത്തിലെല്ലായിടത്തും, നഗരത്തിലെ പ്രധാന വഴികളിലൊക്കെ തന്നെയും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. നഗരത്തിലൊക്കെ ആയാലും ഇപ്പോൾ പാളയം, അതുപോലെ തന്നെ തമ്പാനൂർ, കിഴക്കേക്കോട്ട തുടങ്ങി എല്ലാ ഭാഗങ്ങളിലും വലിയ തിരക്കാണ്. ആളുകൾ ഇങ്ങനെ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓണത്തിന് മുന്നോടിയായിട്ട്, തിരുവോണത്തിന് മുന്നേ ആയിട്ട് ഇത്തരത്തിൽ എല്ലാ സാധനങ്ങളും വാങ്ങി കരുതലായിട്ട് വെക്കുന്നതിന് വേണ്ടിയുള്ള തിരക്കിലാണ്. എന്തായാലും നമുക്കിവിടെ ആളുകൾ കൂടിയിട്ടുണ്ട്. നമുക്ക് അവരോട് തന്നെ എന്താണെന്നുള്ളത് ചോദിക്കാം. ഇവിടെ ഒരു ചേട്ടൻ നിൽക്കുന്നുണ്ട്. ചേട്ടാ, ചേച്ചി നിൽക്കുന്നുണ്ട്. ചേച്ചിയോട് ചോദിച്ചു നോക്കാം. ചേച്ചി എന്താ ഓണാഘോഷമൊക്കെ ഇങ്ങനെ നടന്നോണ്ടിരിക്കുന്നു. അതെ, സാധനം വാങ്ങിച്ചു. വീട്ടിലെല്ലാവർക്കും ഓണക്കോടി കിട്ടും? ഓ, എടുത്തായിരുന്നു. എങ്ങനെയാണ് സദ്യവട്ടങ്ങളൊക്കെ? സദ്യവട്ടങ്ങളൊക്കെ എല്ലാ വർഷത്തെ പോലെ. അതെ, ഇപ്പൊ ഏറ്റവും അവസാന ഘട്ടത്തിലുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള വരവാണ്. അതെ, സുഖമായിരിക്കുന്നു. ഓണക്കോടിക്ക് എടുത്തു എല്ലാവരും? എടുത്തായിരുന്നു. സാധനങ്ങളൊക്കെ മേടിച്ചു തുടങ്ങി. ശരി, ഹാപ്പി ഓണം. കൈരളി ടിവിയുടെ ഹാപ്പി ഓണം അറിയിക്കുകയാണ്. അപ്പോൾ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടത്. ഈ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാന ഘട്ടത്തിലാണ്. ഇനിയിപ്പോൾ നമ്മുടെ പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യമുണ്ട്. നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടിയാലും ഏറ്റവും അവസാനം ഇതൊക്കെ നമ്മൾ വീട്ടിലെത്തിന്ന് പരിശോധിച്ച് നോക്കുമ്പോഴായിരിക്കും എന്തെങ്കിലും കുറവ് കാണുക. അപ്പോൾ വീണ്ടും മാർക്കറ്റിലേക്ക് വരേണ്ടി വരും. അങ്ങനെ അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ, സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ വീട്ടിലൊക്കെ ഉണ്ടാവാറുള്ള സംഭവങ്ങളാണ്. അപ്പോൾ വീണ്ടും ആൾക്കാർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പച്ചക്കറി കടകളൊക്കെ സജീവമായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നഗരത്തിലെല്ലാം തിരക്കാണ്. ഈ ഷോപ്പിംഗ് മാളുകളിലും
ഷോപ്പിംഗ് മാളുകളിലും അതുപോലെ തന്നെ മറ്റ് കടകളിലൊക്കെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. നമുക്ക് ചേട്ടൻ്റെ അടുത്ത് വെച്ച് നോക്കാം. ചേട്ടാ, കച്ചവടമൊക്കെ എങ്ങനെയാണ്? വളരെ കുറവാണ്. എന്താ അപ്പോൾ അങ്ങനെ ഒരു കുറവ് കച്ചവടം? എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും മാർക്കറ്റ് ഒരുപാട് ആയതുകൊണ്ട് ഒരുപാട് കടകളെ കമ്പളൊക്കെ വന്നതുകൊണ്ട് വളരെ കുറവ്. തരക്കേടില്ലാത്തൊരു അല്ലാതെ ഉണ്ട്. കച്ചവടം കിട്ടുന്നുണ്ട്. വീട്ടിലെ ഓണാഘോഷമൊക്കെ എങ്ങനെ? കുഴപ്പമില്ല. ഓണക്കോടിയൊക്കെ എടുത്തോ? അപ്പോൾ ഈ പച്ചക്കറിയിലെ ചേട്ടൻ പറഞ്ഞത് തരക്കേടില്ലാതെ കച്ചവടം പോകുന്നുണ്ടെന്നാണ്. കാരണം പുള്ളി സൂചിപ്പിച്ചത് എവിടെ തിരിഞ്ഞാലും പച്ചക്കറി കടകളാണ്, അതുകൊണ്ട് തന്നെ വിൽപ്പന ഇച്ചിരി പതിയെയാണ്, തിരക്കേടില്ല എന്നാണ് പുള്ളി പറയുന്നത്. എന്തിനായാലും ആഘോഷങ്ങളൊക്കെ വിപുലമായി നടക്കുകയാണ്. നഗരത്തിൽ അങ്ങിങ്ങും തിരക്കായി തുടങ്ങിയിട്ടുണ്ട്. എല്ലാ കടകളിലും ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാഴ്ചകളിലാണ് നമ്മൾ കണ്ടത്. വിനീഷ, അതൊക്കെ ഇപ്പോൾ ചോദിക്കട്ടെ, സാരംഗ് ഓണക്കോടി എടുത്തോ? സാരംഗിൻ്റെ ഈ ഉത്രാടപ്പാച്ചിൽ എങ്ങനെയാണ്? ഓണം ആഘോഷിക്കാനുള്ള സാരംഗിൻ്റെ അവസാന വട്ട ഒരുക്കങ്ങളെ കുറിച്ച് കൂടെ പറയൂ. വിനീഷ, പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഘട്ടമില്ല. കാരണം ഈ ഓണം കഴിഞ്ഞിട്ട് നാട്ടിൽ പോകാൻ തീരുമാനിച്ചു. ഓണത്തിന് എന്തായാലും ഇവിടെ വാർത്തകളൊക്കെ കൈകാര്യം ചെയ്ത് ഇവിടെ തന്നെ ഉണ്ടാകും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഓണമൊക്കെ കഴിഞ്ഞിട്ട് എന്തായാലും പോകാം എന്നുള്ള തീരുമാനത്തിലാണ്. എന്തായാലും ഓണക്കോടിയൊക്കെ എടുത്തിട്ടുണ്ട്. നിലവിൽ ഞാനായിട്ടും ഓണക്കോടി എടുത്തു, അതുപോലെ തന്നെ വീട്ടുകാരായിട്ടും ഓണക്കോടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നാട്ടിലേക്ക് പോകുമ്പോഴായിരിക്കും അവിടെ ആയിരിക്കും ഓണാഘോഷങ്ങളും മറ്റും നടക്കുക. അപ്പോൾ അങ്ങനെ വിപുലമായ ഒരു പരിപാടികളില്ല എങ്കിൽ പോലും കൂട്ടുകാരൊക്കെ തിരുവനന്തപുരത്തുണ്ട്, കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ കൂടെ ഒക്കെ ഒന്ന് യാത്രകളും അല്ലെങ്കിൽ കറങ്ങാനൊക്കെ ഒരു പോക്കിലും മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. എന്തായാലും തലസ്ഥാനത്തെ ഓണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ ആയതോടുകൂടി തന്നെ ആളുകൾ തിക്കിത്തിരക്കി വന്നു തുടങ്ങി. എന്തിനായാലും വിപുലമായ കച്ചവടമാണ് നടക്കുന്നത്. വിനീഷ, സാരംഗ്, ഒരു കാര്യം കൂടെ, ഈ കുട്ടിക്കാലത്തെ അല്ലെങ്കിൽ സാരംഗിൻ്റെ ഓർമ്മയിൽ നിൽക്കുന്ന ഏറ്റവും നല്ല ഓണം മെമ്മറി എന്താണ്? വിനീഷ, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായും നമ്മൾ ഈ കൂട്ടുകാരൊക്കെ ഒരു ഓണമാണ്. കാരണം ഈ പ്രാവശ്യം നമ്മുടെ പ്രധാനമായും നാട്ടിലൊന്നും ഇല്ല, ഒരിക്കലും അല്ല, പ്രധാനമായിട്ടും നാട്ടിലൊന്നും ആരും ഇല്ലാത്തൊരു സാഹചര്യമാണ്. കാരണം ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കൂട്ടുകാരൊക്കെ പല പല ഭാഗങ്ങളിലായിട്ട് ജോലിക്ക് പോകുന്നു. അപ്പോൾ നമ്മൾ നാട്ടിലുണ്ടായിരുന്ന ഒരു സംഘമുണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ നാട്ടിൽ ഉണ്ടായിരുന്ന കൂട്ടുകാർ, ഒന്നിച്ച് പഠിച്ചു വളർന്ന ഒരു കൂട്ടുകാരുണ്ടായിരുന്നു. പണ്ടൊക്കെ ഓണം ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ കൂടെയായിരുന്നു. അപ്പോൾ നമ്മൾ എല്ലാവരും ഉണ്ടായിരിക്കും, 10-15ഓളം പേരുണ്ടായിരിക്കും. അങ്ങനെ ഒരു വിപുലമായ ഓണാഘോഷമൊക്കെ ആയിരുന്നു പണ്ട്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല, എല്ലാവരും കുടുംബസ്ഥരന്മാരായി, അതുപോലെ അല്ലെങ്കിൽ ബാധ്യതകളും മറ്റും കാര്യങ്ങളൊക്കെ വന്നത് കൂടി പലരും പല ദേശങ്ങളിലാണ്, വിദേശങ്ങളിലാണ്, അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ഓണാഘോഷം ഇല്ല എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ. എങ്കിലും ഓണാഘോഷമൊക്കെ കുഴപ്പമില്ല എങ്കിൽ പോലും വീട്ടുകാരൊക്കെ ആയിട്ടും ഉള്ള ഓണാഘോഷങ്ങളൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. വിനീഷ, ഓക്കെ, ഏതായാലും ആ മിസ് ചെയ്യുന്ന കൂട്ടുകാർക്കൊക്കെ ഒരു ഓണാശംസകൾ ഓണയറിൽ നിന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം.